ഈ വീടിൻ്റെ പറമ്പാകെ നിറഞ്ഞു നിൽക്കുകയാണ്. സൂചി കുത്താൻ പോലും ഇടമില്ലാത്ത വിധത്തിൽ അത്രമാത്രം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ്. പലരും വന്ന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങിപ്പോയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തെ മനസ്സിലിട്ട് ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഈ ചിതയ്ക്ക് ചുറ്റും നിന്ന് ഈ അഗ്നിനാളം അത് സലീം കുമാർ എന്ന പ്രതിഭയെ വിഴുങ്ങുന്നത് നോക്കി നിൽക്കുകയാണ്. തീരാവേദന അത് മനസ്സിൽ ഉണ്ട്. എല്ലാവരും അത് പറയാതെ പറയുന്നുമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോഴും ബാക്കിയാവുന്ന ആ കഥാപാത്രങ്ങളെ ഓർത്ത് ചിലരെങ്കിലും ചിരിക്കുന്നുണ്ട്. അവരെല്ലാം ആ കഥാപാത്രങ്ങളുടെ ഓർമ്മകളിൽ അതിങ്ങനെ നിൽക്കുന്നുമുണ്ട്. നമുക്കറിയുന്നത് പോലെ 2 ചിത്രങ്ങൾ എന്നും എല്ലാവരും എടുത്തു പറയുന്ന ആ 2 ചിത്രങ്ങൾക്കപ്പുറം അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ മലയാള സിനിമ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന അഭിപ്രായമാണ് ഇവിടെ എത്തുന്ന പലർക്കുമുള്ളത്. ഇനിയും എത്രയോ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ജനിക്കുമായിരുന്നു. പക്ഷേ അതെല്ലാം ബാക്കിയാക്കിയാണ് ഈ അകാലത്തിൽ അദ്ദേഹം പൊലിഞ്ഞു പോകുന്നത് എന്ന് പറയുന്നു എല്ലാവരും. കാരണം അദ്ദേഹത്തിന് ഡെപ്തുള്ള ആക്ടിങ് അത് നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ചലച്ചിത്ര പ്രവർത്തകർ പറയുന്നു. ഇന്നലെ നമ്മളോട് സംസാരിച്ച നടൻ ലാലടക്കം പറഞ്ഞത് മലയാള സിനിമയ്ക്ക് ഇനി വരാൻ പോകുന്ന ഒരുപാട് കരുത്തുറ്റ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകരുന്ന ഒരാളായിരുന്നു സലീം കുമാർ. പക്ഷേ അത് സംഭവിക്കില്ല, അത് തീരാ നഷ്ടമാണ് എന്ന് അദ്ദേഹം പറയുന്നു. നോക്കുക, മിമിക്രി രംഗത്ത് നിന്ന് തുടങ്ങി ഒരു ദേശീയ പുരസ്കാരം നേടുന്ന പ്രതിഭയിലേക്ക്, ഒരു അഭിനേതാവിലേക്ക് മറ്റാരെങ്കിലും മലയാള സിനിമയിൽ നിന്ന് എത്തിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇല്ല എന്നാണ് അതിന് ഉത്തരം. അത് ഒരേ ഒരു സലീം കുമാർ മാത്രമാണ്. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരവും സംസ്ഥാന ലാഫിംഗ് വില്ലയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ധൂമപടലത്തിനടിയിൽ ഉറങ്ങുന്ന ഈ നടൻ ഓർമ്മയാകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചുള്ള നോവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ചിറ്റാറ്റുകരയിൽ ഒരു സങ്കടക്കടൽ പോലെ സലീമിൻ്റെ ഓർമ്മകൾ പടരുകയാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സുനിതയ്ക്കും അദ്ദേഹത്തിൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തിയ ചന്തുവിനും ആരോമലിനും അപ്പുറം നമുക്കറിയാം കുറച്ച് കഴിയുമ്പോൾ ഈ ആളുകൾ അകലെയാകും, ആരവം ഒടുങ്ങും, അവിടെ നിറകണ്ണുകളുമായി അവർ മാത്രം ചിലപ്പോൾ ബാക്കിയാകും. എന്നാൽ ചിറ്റാറ്റുകരയിലെ ജനങ്ങൾ സലീം കുമാറിനെ അടുത്തറിഞ്ഞിട്ടുള്ള ഇത്ര കാലവും അദ്ദേഹത്തിൻ്റെ പാദപതനങ്ങൾ കൊണ്ട് സമ്പന്നമായ ആ മണ്ണിലെ ആളുകൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അനാഥമാക്കില്ല എന്ന് നമുക്കറിയാം. ഏകാന്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെ ഈ അനാഥത്വം കടന്നു പോകാൻ വിധിക്കപ്പെടുമ്പോഴും ഒരുപക്ഷെ ഈ കുടുംബത്തിന് താങ്ങും തണലുമായി അവരുണ്ടാകും. ചന്തു സിനിമയിൽ ഉയർന്നു വരുന്നൊരു നക്ഷത്രം തന്നെയാണ്. ഈ അവരുടെ ഒരു അച്ഛൻ്റെ ചിതയ്ക്ക് തിരികൊളുത്തുമ്പോൾ ആ മകൻ തീർച്ചയായിട്ടും ആഗ്രഹിച്ചിട്ടുണ്ടാവും, ഈ അച്ഛനെ കുറച്ചു കാലം കൂടി എനിക്ക് സ്നേഹിക്കാൻ ബാക്കിയായിരുന്നെങ്കിൽ എന്ന്. അതുപോലെ സുനിതയ്ക്കും വളരെ അകാലത്തിലെ തന്നെ സ്വന്തം ഭർത്താവ് മടങ്ങിപ്പോയിരിക്കുന്നു. ആരും കാണാത്തൊരു ലോകത്തേക്ക് അദ്ദേഹം മടങ്ങിപ്പോയിരിക്കുന്നു. കംപ്ലീറ്റ് ധൂമപടലങ്ങൾ മൂടുമ്പോഴും ആ പടലങ്ങൾക്ക് അകത്ത് ഒടുങ്ങാത്ത അല്ലെങ്കിൽ അടങ്ങാത്ത ചിതയ്ക്കപ്പുറം ഒരു സർഗ കലാകാരൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഈ പുകപടലങ്ങൾക്കപ്പുറം ആ മനുഷ്യൻ ഒരു വെള്ളി വെളിച്ചം പോലെ നിൽക്കുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അത്രയധികം വേറിട്ട കഥാപാത്രങ്ങളാണ് മലയാളിക്ക് സലീം കുമാർ സമ്മാനിച്ചത്. സലീം ചെയ്തു വെച്ച വേഷങ്ങൾക്ക് പകരക്കാരുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ബിഗ് നോ തന്നെ പറയേണ്ടി വരും. ഈ ഭൗതിക ശരീരം പൂർണ്ണമായും എരിഞ്ഞടങ്ങുമ്പോൾ മലയാള സിനിമയിലുണ്ടായ ഏറ്റവും വലിയ നഷ്ടങ്ങളുടെ പട്ടികയിലേക്ക് സലീം കുമാർ എന്ന നടനും ചേക്കേറും. എന്നാൽ ആ സാന്നിധ്യത്തിനും ഒരുപക്ഷെ ആ പട്ടികയ്ക്കും അപ്പുറം ഒരുപാട് വേഷങ്ങൾ ഒരുപക്ഷെ ഭാവി മലയാള സിനിമയ്ക്ക് തീർച്ചയായിട്ടും റെഫറൻസ് മെറ്റീരിയൽ പോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി ബാക്കി കിടക്കും. എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞാലും ഈ നടൻ്റെ കാലത്തിനെ വെല്ലുന്ന ഈ അഭിനയ സാന്നിധ്യം ആളുകൾക്ക് അത്ഭുതമുണ്ടാക്കും, വിസ്മയമുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നത് വേദികളിലേക്കൊക്കെ ഈ വലിയ നടൻ കടന്നു വരുമ്പോഴും ചിറ്റാറ്റുകരയിൽ ഒരു സാധാരണക്കാരൻ കയറി വരുന്ന ഒരു ഭാവമേ ആളുകൾക്കും കിട്ടുമായിരുന്നുള്ളൂ. താനൊരു പത്രാസുള്ള നടനാണെന്ന് ഒരിക്കലും ഭാവിക്കാൻ സലീം കുമാർ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആയിരക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തിന് വിട പറയാനായി പരവൂറിലെ മുനിസിപ്പൽ ടൗൺ ഹാളിലും ചിറ്റാറ്റുകരയിലെ ലാഫിംഗ് വില്ലയിലും എത്തിയത്. അവരാരും പിരിഞ്ഞു പോയിട്ടില്ല. ഈ ചിത എരിഞ്ഞടങ്ങാൻ കാത്തു നിൽക്കുന്നവരല്ല അവർ. തിരക്കിട്ട് ജീവിതത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങാനുള്ള സമയവുമല്ല അവർക്കിത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഞായറാഴ്ച ദുഃഖഭരിതമായൊരു സൺഡേ ആയി മാറിക്കഴിഞ്ഞിരുന്നു. ഞായറാഴ്ച ഒരു കണ്ണീർ കാലമായി അവരെ മുന്നിൽ കിടക്കുമ്പോൾ ഒരുപക്ഷെ ഈ നടൻ്റെ വിയോഗം ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നതും ഈ വന്നു കയറിയ അയൽവാസികളും നാട്ടുകാരും തന്നെയായിരിക്കും.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.